ഹലോ, ഇന്നും ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ട് തന്നെയാണ്. ഈ സ്നാക്കിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലുള്ള കുറഞ്ഞ ചേരുവകൾ മാത്രം മതി ഇത് ഉണ്ടാക്കാൻ. എന്നാലും നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഈ സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 3 വലിയ പൊട്ടറ്റോ ബോയിൽ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതൊന്ന് ഉടച്ചെടുക്കണം. കൈ കൊണ്ട് തന്നെ ഉടച്ചെടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഒരു തവിയൊക്കെ ഉപയോഗിച്ചിട്ട് നല്ല പോലെ ഉടച്ചെടുക്കണം. അപ്പോൾ പൊട്ടറ്റോ നന്നായിട്ട് പുഴുങ്ങണം കേട്ടോ, എന്നാലാണ് ഇതുപോലെ ഉടച്ചെടുക്കാൻ പറ്റുള്ളൂ. ഇനി ഇതിലേക്ക് ഒരു മീഡിയം വലിപ്പത്തിലുള്ള സവാള ഇതുപോലെ കുഞ്ഞതായിട്ട് കട്ട് ചെയ്തതാണ് ചേർക്കുന്നത്. പിന്നെ എരിവിന് വേണ്ടിയിട്ട് ഒരു പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തതും കൂടെ ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു തണ്ട് കറിവേപ്പിലയും കുറച്ച് മല്ലിയിലയും കട്ട് ചെയ്തതാണ് ഇതിലേക്ക് ചേർക്കുന്നത്. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക. പിന്നെ നല്ലൊരു കളറിനും ടേസ്റ്റിനും വേണ്ടിയിട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ ഗരം മസാല 1/4 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ചിക്കൻ കറി മസാല 1 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. ഇതിന് പകരം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ബീഫ് കറി മസാലയൊക്കെ ചേർക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഗരം മസാല ഒരു 1/2 ടീസ്പൂൺ ഇട്ട് കൊടുത്താലും മതി കേട്ടോ. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് 3 ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ്. ഞാനിപ്പോൾ വറുത്ത അരിപ്പൊടിയാണ് കേട്ടോ ചേർത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ സ്നാക്ക് ഒന്ന് ക്രിസ്പി ആവാൻ വേണ്ടിയിട്ടാണ് അരിപ്പൊടി ചേർക്കുന്നത്. പൊട്ടറ്റോ കൊണ്ട് ഉണ്ടാക്കിയാൽ നല്ല സോഫ്റ്റ് ആവുമല്ലോ, അപ്പോൾ ഒന്ന് ക്രിസ്പി ആവാൻ വേണ്ടിയിട്ട് അരിപ്പൊടി കൂടി ചേർത്താൽ മതി. അപ്പോൾ ഇത് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഷേപ്പ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കിയെടുക്കാം. ഞാനിപ്പോൾ ഇതുപോലെ ഒരു ഷേപ്പിലാണ് ആക്കിയെടുക്കുന്നത്. നമുക്ക് ബോൾസിൻ്റെ ഷേപ്പിൽ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ കട്ട്ലറ്റിൻ്റെ ഷേപ്പിലാക്കിയെടുക്കാം. ഞാനിപ്പോൾ ഇത് ഈ ഒരു ഷേപ്പിലാണ് ആക്കിയിട്ടുള്ളത്. അപ്പോൾ എല്ലാം ഇതുപോലെ തന്നെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് ഒരു ചേരുവ കൂടി വേണം കേട്ടോ. അപ്പോൾ നമ്മൾ ബ്രെഡിൻ്റെ അരികുവശമൊക്കെ കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഫ്രിഡ്ജിൽ വെക്കാറില്ലേ, അതൊന്ന് പൊടിച്ചെടുത്തതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അരികുവശം കട്ട് ചെയ്ത് മാറ്റുമ്പോൾ കളയേണ്ട ആവശ്യമില്ല, ഇതുപോലുള്ള ആവശ്യങ്ങൾക്കൊക്കെ നമുക്ക് എടുക്കാം. അപ്പോൾ നമ്മൾ മുട്ടയിലൊന്നും മുക്കുന്നില്ല, ഡയറക്റ്റ് തന്നെ ഈ ബ്രെഡ് പൊടിച്ചതിലൊന്ന് കോട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ എല്ലാം നമുക്ക് ഈ ബ്രെഡ് പൊടിച്ചതിലൊന്ന് കോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാം ഞാൻ ബ്രെഡ് പൊടിച്ചതിൽ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒരു പാനിൽ ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്താൽ മതി. അപ്പോൾ നമ്മളിത് ഫ്രൈ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ടാണ് കേട്ടോ ഫ്രൈ ചെയ്യേണ്ടത്. അല്ലാതെ നമ്മൾ ലോ ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഒരുപാട് എണ്ണ കുടിക്കും. ആൾറെഡി നമ്മൾ പൊട്ടറ്റോ ഒക്കെ വേവിച്ചതാണ്. അപ്പോൾ മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ട് നല്ല തിരിച്ചും മറിച്ചൊക്കെ ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. കണ്ടില്ലേ, ഈ ഒരു കളറാകുമ്പോൾ നമ്മൾ എണ്ണയിൽ നിന്ന് കോരിയാൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ അടിപൊളി ടേസ്റ്റിലുള്ള പൊട്ടറ്റോ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ, നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു കിടിലൻ റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.